ഹായ് ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു കടലക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. നമ്മുടെ വീട്ടിലെല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കടലക്കറിയുടെ റെസിപ്പിയാണ്. നമുക്ക് ദോശേൻ്റെയും അതുപോലെ ചപ്പാത്തിയുടെയും പുട്ടിൻ്റെ കൂടെ ഒക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ ഇത്. അപ്പോൾ റെസിപ്പിയിലോട്ട് പോയാലോ. അപ്പോൾ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു കുക്കർ എടുത്ത് അടുപ്പത്തേക്ക് വെക്കുക. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുന്ന സമയത്ത് കുറച്ച് ഉലുവിട്ട് പൊട്ടിക്കുക കേട്ടോ. അങ്ങനെ ഉലുവൊന്ന് പൊട്ടി വന്നതിന് ശേഷം പിന്നെ ഗ്യാസ് ഓഫാക്കിയിട്ട് വേണം നമ്മൾ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ആദ്യം ഒന്ന് മസാലപ്പൊടികൾ ചേർത്തിട്ടാണ് നമ്മളത് ഉണ്ടാക്കിയെടുക്കുന്നത്. അതാണ് കേട്ടോ ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, ഉപ്പ് എല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എണ്ണയിലൊന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം കരിയാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഫ്ലെയിം ഓഫാക്കി വെച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ സിമ്മാക്കി എടുക്കുക, കരിയാണ്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് പിന്നെ വീണ്ടും വഴറ്റിയെടുത്തതിന് ശേഷം ഒന്ന് ഫ്ലെയിം ഓണാക്കി വെക്കുക. എന്നിട്ട് പിന്നെ സവാള വഴറ്റി കൊടുക്കുക കേട്ടോ. ചെറുതായിട്ട് കൊത്തി കഴിഞ്ഞിട്ടുള്ള സവാളയാണ് അത് ചേർത്ത് കൊടുക്കുക. അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം പിന്നെ നമ്മൾ തലേന്ന് കുതിർത്ത് വെച്ചിട്ടുള്ള കടല ചേർത്ത് കൊടുക്കുക. പിന്നെ കടലയുടെ ഒപ്പം വരുന്ന രീതിയിൽ വെള്ളം കൂടെ ചേർത്തിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 6-7 വിസിലിന് ശേഷം നമ്മൾ തുറന്നെടുക്കുക. അപ്പോൾ നല്ല കറക്റ്റ് ഭാഗമായിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് തേങ്ങാപ്പാലാണ് കേട്ടോ. അപ്പോൾ അധികമൊന്നും വേണ്ട. ഒരു തേങ്ങയുടെയോ അല്ലെങ്കിൽ ഒരു ഹാഫ് തേങ്ങയുടെ ഒക്കെ പാല് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ആ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന ഒരു പാകമാകുന്ന സമയം വരെ നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക, ഒരു 5 മിനിറ്റൊക്കെ. എന്നിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. പിന്നെ നമുക്ക് അതിലേക്ക് ചേർക്കാനുള്ളത് കടുക് വറുവിടാനാണ് കേട്ടോ. അപ്പോൾ കടുക്കും തേങ്ങാക്കൊത്തും കറിവേപ്പിലയും മുളകൊക്കെ ഒന്ന് എണ്ണയിൽ വറുവിട്ടെടുത്തിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത് വെക്കുന്തോറും ടേസ്റ്റ് കൂടുന്ന കറിയാണ് കേട്ടോ. അതായത് നമ്മൾ ഉണ്ടാക്കി ഉടനെ കഴിക്കാതെ കുറച്ച് സമയം കഴിഞ്ഞ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഞാനിതിനെ വർണ്ണിച്ച് വെറുതെ പറയുന്നതല്ല. കാരണം ഞാനത് 5-6 വർഷങ്ങൾക്ക് മുന്നേ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് ട്രൈ ചെയ്തിട്ടുള്ളതാണ്. അന്നും ഇന്നും ഫോളോ ചെയ്യുന്ന റെസിപ്പിയാണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ ആ വിസിലടിക്കുന്ന സമയത്തൊക്കെ നല്ലൊരു ചിക്കൻ കറിയുടെ ഫ്ലേവറും ആ മണമൊക്കെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ.